സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ച പോലെ തന്നെ ഈ ഞായറാഴ്ചയും JD's കറണ്ട് അഫേഴ്സിന്റെ ക്വിസ്. ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയിട്ടുള്ള വ്യക്തികൾ നിരവധി കോമ്പറ്റീഷൻസിലൂടെ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത്. കോമ്പറ്റീഷൻസ് ആണ് അവരെ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കുന്നത്. കോമ്പറ്റീഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഏറ്റവും നല്ലൊരു മെഷർമെന്റ് ആണ് കോമ്പറ്റീഷൻസ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെസ്റ്റുകൾ പങ്കെടുത്താൽ മാത്രമേ അവർ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിന്റെ ഒരാഴ്ചയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഒരു ക്വിസ് ഫോർമാറ്റിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 7 വരെ തീയതികളിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. Question number 1. Which country has taken over the UNSC presidency in August 2021 for a month? 2021 ഓഗസ്റ്റിൽ ഒരു മാസത്തേക്ക് UNSC പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യ. Question number 2. Sword Marine stepped down as chief coach of which Indian team? Sword Marine ഏത് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ചു? ഇന്ത്യൻ വിമൻസ് ഹോക്കി ടീം. Question number 3. The campaign ഞങ്ങളില്ല is launched by which district of Kerala to control the addiction of online games? ഓൺലൈൻ ഗെയിമുകളുടെ ആസക്തി നിയന്ത്രിക്കാൻ കേരളത്തിലെ ഏത് ജില്ലയാണ് ഞങ്ങളില്ല എന്ന പ്രചാരണം ആരംഭിച്ചത്? എറണാകുളം. Question number 4. What is the proposed name of the Jhansi railway station by the UP government? UP സർക്കാർ നിർദ്ദേശിച്ച ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? വീരങ്കന ലക്ഷ്മിബായി. Question number 5. Which country approves Harpoon missile deal with India worth $82 million? ഏത് രാജ്യം ഇന്ത്യയുമായുള്ള $82 മില്യൺ ഹാർപൂൺ മിസൈൽ കരാർ അംഗീകരിച്ചു? US. Question number 6. Which section of the Indian Constitution is empowering President Governor to grant pardon to prisoners, including those on death row? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പാണ് വധശിക്ഷയ്ക്ക് വിധേയരായ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്ക് മാപ്പ് നൽകാൻ രാഷ്ട്രപതി ഗവർണറെ അധികാരപ്പെടുത്തുന്നത്? Article 72. Question number 7. In which category of boxing Lovlina Borgohain won India's third medal at the Tokyo Olympics? ഏത് വിഭാഗത്തിലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ മെഡൽ ലോലിന ബോഗോഹെൻ നേടിയത്? kg. Question number 8. What is the name of India's first indigenous aircraft carrier that has begun its maiden sea trials? പരീക്ഷണത്തിന്റെ ഭാഗമായി ആദ്യ കടൽ യാത്ര ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹന കപ്പലിന്റെ പേര്? INS വിക്രാന്ത്. Question number 9. Who is the first Indian woman to win 2 Olympics medals? 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്?
PV Sindhu. Question number 10. Which authority has handed over the second roll of vessels to the Kerala Shipping and Inland Navigation Corporation? ഏത് അതോറിറ്റിയാണ് രണ്ടാമത്തെ റോൾ ഓഫ് കപ്പൽ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്? Inland Waterways Authority of India, IWAI. Question number 11. The project of the Social Justice Department of Kerala, Sahajivanam, is for which class of society? കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹജീവനം എന്ന പദ്ധതി സമൂഹത്തിലെ ഏത് വിഭാഗത്തിന് വേണ്ടിയാണ്? Differently abled. Question number 12. Which public sector company in Kerala will hand over the first cast knob bogie to Indian Railways? കേരളത്തിലെ ഏത് പൊതുമേഖല കമ്പനിയാണ് ആദ്യത്തെ കാസ്റ്റ് നോബ് ബോഗി ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറുക? ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്. Question number 13. Which type of clock is going to provide by Indian Railway to ensure uniform time in their operations? ഇന്ത്യൻ റെയിൽവേ ഏത് തരത്തിലുള്ള ക്ലോക്കാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏകീകൃത സമയം ഉറപ്പാക്കാൻ പോകുന്നത്? Satellite backed clocks. Question number 14. Who is the new Vice Chief of Navy? നാവികസേനയുടെ പുതിയ വൈസ് ചീഫ് ആരാണ്? Vice Admiral S.N. Gomade. Question number 15. Who won the men's 100 meters at the Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ വിജയിച്ചത് ആരാണ്? ലാമൻ ജേക്കബ്സ്. Question number 16. Against which team Indian men's hockey team won the bronze medal in the Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ഏത് ടീമിനെതിരെ വെങ്കല മെഡൽ നേടി? ജർമ്മനി. Question number 17. In which weight category did Ravikumar Dahiya win the silver medal in Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിൽ രവികുമാർ ദഹിയ ഏത് ഭാരവിഭാഗത്തിലാണ് വെള്ളി മെഡൽ നേടിയത്? (57 kg). Question number 18. Who has become the first ever female director of the Zoological Survey of India? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് ആയത്? ഡോക്ടർ ധൃതി ബാനർജി. Question number 19. As per the report of Elderly in India 2021, which state has the current highest elderly population? ഇന്ത്യയിലെ 2021 മുതിർന്നവരുടെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ജനസംഖ്യയുള്ള സംസ്ഥാനം? കേരള. Question number 20. In which name Rajiv Gandhi Khel Ratna Award is renamed? രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്.
നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്വിസ് ഫോർമാറ്റാണ് ഇവിടെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത്. നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഞായറാഴ്ചയും ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ഇനിയും നമുക്ക് പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ക്വിസ് ഫോർമാറ്റ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.